Today discuss about the various theories associated with the corporate governance. മെയിനായിട്ട് 4 ടൈപ്പ് തിയറീസ് ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുക. ഏജൻസി തിയറി, സ്റ്റേവാർഡ്ഷിപ്പ് തിയറി, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ദ ഫസ്റ്റ് വൺ, ഏജൻസി തിയറി. ഇപ്പോൾ നിങ്ങൾ ലോയിൽ പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുള്ളൊരു ടേമാണ് പ്രിൻസിപ്പൽ ആൻഡ് ഏജൻറ്റ് അല്ലേ. ആ ഒരു ടേം തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ഏജൻസി തിയറി വ്യൂസ് റിലേഷൻഷിപ്പ് ആസ് എ പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും ഹെഡ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൾ തന്നെയാണ് അല്ലേ. ഇത് ഹിയർ നമ്മൾ പ്രിൻസിപ്പളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സിനെയും ഏജൻറ്റുമാരായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ആ ഒരു രീതിയിലാണ് ഈ ഏജൻസി തിയറി സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹിയർ ദ പ്രിൻസിപ്പൽ ഈസ് എ ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് ഏജൻറ്റ് ഈസ് എ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഇഫ് ദ ഡയറക്ടർ ഈസ് എ സെൽഫ് ഫോക്കസ്ഡ്, കാരണം മെയിനായിട്ട് ഷെയർ ഹോൾഡേഴ്സ് എന്താണോ പറയുന്നത് അതാണ് ഒരു ഏജൻറ്റ്, അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ഏജൻസി തിയറി എന്ന് പറയുന്നത്. അതായത് ഏജൻസി തിയറി ഒന്നും കൂടിയും പറയാം, ഒരു പ്രിൻസിപ്പൽ ഏജൻറ്റ് റിലേഷൻഷിപ്പാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അതിൽ പ്രിൻസിപ്പളായിട്ട് കൺസിഡർ ചെയ്യുന്ന ഷെയർ ഹോൾഡേഴ്സും ഏജൻറ്റുമാരായിട്ട് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഹിയർ ദ ഡയറക്ടേഴ്സ് ഈസ് എ സെൽഫ് ഫോക്കസ്ഡ്. അവർ ഡയറക്റ്റ് ചെയ്യും, കാരണം അവർക്ക് അവരുടേതായിട്ടുള്ള കുറേ എക്സ്ട്രീം പവർ തന്നെയുണ്ട്, അത് അവർ മാക്സിമം യൂസ് ചെയ്യും. അതിനനുസരിച്ചായിരിക്കും ഏജൻറ്റുമാർ അവരുടെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അവർ ഫുൾഫിൽ ചെയ്യുന്നത്. ഇതാണ് ഏജൻസി തിയറി എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ചോദിക്കാറുള്ളതാട്ടോ. അതായത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പറിൽ ഷുവറായിട്ട് കാണുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഡിഫറെൻറ്റ് തിയറീസ് അസോസിയേറ്റഡ് വിത്ത് കോർപ്പറേറ്റ് ഗവേണൻസ്. ഇനി അടുത്ത ഒരു തിയറിയാണ് സ്റ്റേവാർഡ്ഷിപ്പ് തിയറി. ഇതിൽ മാനേജ്മെൻറ്റ്, അതായത് മാനേജേഴ്സിനെ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്റ്റേവാർഡായിട്ടാണ് അവരവിടെ ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ റോൾ അങ്ങനെയാണ്. മെയിൻലി ദ മാനേജേഴ്സ് ആർ ബേസിക്കലി മോട്ടിവേറ്റഡ് ബൈ ദി ഓണേഴ്സ് ഇൻട്രസ്റ്റ്. കാരണം ഇതിൽ മാനേജേഴ്സ് സെൽഫായിട്ടല്ല അവരുടെ ആ ഒരു മോട്ടിവേഷൻ വരുന്നത്. ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും മാനേജേഴ്സ് അവരുടെ രീതിയിൽ പെർഫോം ചെയ്യുന്നത്. The interest of the principal and the managers always coverage. The role of the management is to facilitate and explore. ഓണേഴ്സ് എന്താണ് അവരുടെ ഇൻട്രസ്റ്റ്, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യുക, അല്ലെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്യുക, അല്ലെങ്കിൽ അതിനൊന്ന് ഹെൽപ്പ് ചെയ്യുക. ഇതാണ് മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ദ മാനേജേഴ്സ് ഹാവ് എ ഗ്രേറ്റ് അറ്റാച്ച്മെൻറ്റ് ടുവേർഡ്സ് ദ കമ്പനി ബിക്കോസ് അവരെന്തായിട്ടാണ് ആക്ട് ചെയ്യുന്നത്, ലൈക്ക് ദ സ്റ്റേവാർഡായിട്ടാണ്. സോ മാനേജ്മെൻറ്റ് പറയുന്ന രീതിയിലായിരിക്കും അവരുടെ മൂവ്മെൻറ്റ്സ്, അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. സോ ദേ ഫോക്കസ് ഓൺ ദ എംപവറിങ് ദ പീപ്പിൾ ആൻഡ് മേക്കിംഗ് ദ ജോബ് മോർ ചലഞ്ചിങ് ആൻഡ് മോട്ടിവേറ്റിംഗ്. അവരെ തന്നെ എന്താണ് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് എന്താണോ അതനുസരിച്ചായിരിക്കും ഇവിടെ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ കൂടുതലും സ്റ്റേവാർഡ് തിയറി ഫോക്കസ് ചെയ്യുന്നത് മാനേജ്മെൻറ്റാണ്. അതായത് മാനേജേഴ്സിനെയാണ് കൂടുതലായിട്ട് ഈ ഒരു തിയറി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ലൈക്ക് ഗവൺമെൻറ്, ജനറൽ പബ്ലിക്, കസ്റ്റമേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെയാണ് ഔട്ട്സൈഡായിട്ട് വരുന്ന ആ ഒരു വ്യക്തികളെയാണ് നമ്മൾ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കൺസിഡർ ചെയ്തത്. സോ ദ സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി ദ പ്രൊപ്പോസ് ദാറ്റ് ദ ബിസിനസ് ഹാസ് അക്കൗണ്ടബിലിറ്റി ടുവേർഡ്സ് ഡിഫറെൻറ്റ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻ ദ സൊസൈറ്റി. അത് 2 ടൈപ്പായിട്ടാണ് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നത്. The stakeholders can be classified into primary or the internal stakeholders. അതായത് വിത്തിൻ കമ്പനിയിലുള്ളിൽ വരുന്ന സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അതിന് നമുക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റേഴ്സ്, കസ്റ്റമേഴ്സ്, എംപ്ലോയീസ്, സപ്ലയേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഇതൊക്കെ ആരായിട്ടാണ് വരുന്നത്, പ്രൈമറി കാറ്റഗറി, അതായത് പ്രൈമറി ഓർ ഇൻറ്റേർണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഇനി അടുത്ത കാറ്റഗറിയാണ് സെക്കൻഡറി ഓർ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, അതായത് ഔട്ട്സൈഡായിട്ട് വരുന്നത്. അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടീസ്, അതുപോലെ തന്നെ ട്രേഡ് അസോസിയേഷൻ, കമ്മ്യൂണിറ്റീസ്, ഗവൺമെൻറ്, ഇതൊക്കെ വരുന്നത് ഏതിലാണ്, സെക്കൻഡറി ഓർ ദ എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്.
Here, the managers have to maintain the interest of all the stakeholders without losing the interest of the each other. അതായത് മറ്റൊരാൾക്ക് കോട്ടം സംഭവിക്കാത്ത രീതിയിലാണ് എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരേപോലെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ അതേപോലെ തന്നെ ഇൻറ്റേർണൽ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി അവർ ഫുൾഫിൽ ചെയ്യാനായിട്ട് മാക്സിമം നോക്കുന്നുണ്ട്. അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി. കൂടുതലും സ്റ്റേക്ക് ഹോൾഡേഴ്സിനാണ് അവരുടെ ഇമ്പോർട്ടൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 ടൈപ്പ് നമ്മൾ പറഞ്ഞു, ഒന്ന് പ്രൈമറി അതേപോലെ തന്നെ സെക്കൻഡറി. പ്രൈമറി എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണൽ ആയിട്ട് വിത്തിൻ ദ ഓർഗനൈസേഷനിൽ വരുന്ന ആൾക്കാരാണ്, അതായത് എംപ്ലോയേഴ്സ്, ദെൻ ക്രെഡിറ്റേഴ്സ്, സപ്ലയേഴ്സ്, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്. ദെൻ ഇൻവെസ്റ്റേഴ്സ്, ഇതൊക്കെയാണ് പ്രൈമറി സെറ്റിൽ വരുന്നത്. ദെൻ എക്സ്റ്റേണൽ ആണെങ്കിൽ ഔട്ട്സൈഡ് ആയിട്ട് വരുന്ന നമ്മൾ ഗവൺമെൻറ്, ട്രേഡ് ഓർഗനൈസേഷൻസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് എക്സ്റ്റേണൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സോ അവരെ ട്രീറ്റ് ചെയ്യുക മാക്സിമം ഒരു റെസ്പോൺസിബിലിറ്റി, അതായത് സോഷ്യലി റെസ്പോൺസിബിൾ ആണ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റ് സെക്ടർ, അത് മാക്സിമം ഫുൾഫിൽ ചെയ്യാനായിട്ട് ഈ ഒരു സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ, റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഇതിലും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ദാറ്റ് ദ ക്രൂഷ്യൽ റോൾ ഇൻ അറ്റൈൻ ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഓവറോൾ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫേം. അതായത് കൂടുതലായിട്ടും അവർ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. അതായത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ ഓവറോൾ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ്, ലൈക്ക് എങ്ങനെ ഒരു കോമ്പറ്റീറ്റേഴ്സിനെ നമുക്ക് ഡിഫീറ്റ് ചെയ്യാനായിട്ട് പറ്റും, എങ്ങനെ നല്ലൊരു മാർക്കറ്റ് ഷെയർ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് എത്രത്തോളം കൊണ്ടുവരാനായിട്ട് പറ്റും. ഇങ്ങനെയൊക്കെ രീതിയിലുള്ള ഒരു ടേമിനെയാണ് നമ്മൾ ഓവറോൾ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിനാണ് ഈ ഒരു റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി ഫോക്കസ് ചെയ്യുന്നത്. Hence, the owners have to appoint the resourceful directors into the board. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോഫിറ്റബിലിറ്റി, അതുപോലെ തന്നെ ഓവറോൾ അറ്റൈൻമെൻറ്റ് ഓഫ് ദ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ്, അതിന് വേണ്ടിയിട്ട് ഇവിടുത്തെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പനി ചെയ്യുന്നത് എന്താണ്, കൂടുതലായിട്ടും റിസോഴ്സ്ഫുൾ ആയിട്ടുള്ള ഡയറക്ടേഴ്സ്. ഇപ്പോൾ നമ്മൾ 21st സെഞ്ച്വറിയിൽ നമ്മളൊരു ഡെവലപ്മെൻറ്റ് കണ്ടു, അതായത് എന്താ, കുറച്ചും കൂടി ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അതായത് കുറച്ചും കൂടി ഡയറക്ടേഴ്സിൻ്റെ കയ്യിലാണ് ആ ഒരു മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഫിറ്റബിലിറ്റി, അതേപോലെ തന്നെ ഓവറോൾ അറ്റൈൻമെൻറ്റ് ഓഫ് ദ സ്ട്രാറ്റജിക് ഡെവലപ്മെൻറ്റ്, ഇതൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നെങ്കിൽ അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ എഫിഷ്യൻസി പോലെ ഇരിക്കും. അതുകൊണ്ട് തന്നെ അത്രയും മോസ്റ്റ് ടാലൻറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെയാണ് അവർ അപ്പോയിൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നത്. ദ റിസോഴ്സ്ഫുൾ ഡയറക്ടർ മീൻസ് the person with able experience and wide network and the different corporate sectors. ക്ലിയർ അല്ലേ? അതായത് ഒരു ഡയറക്ടേഴ്സിന് ഒരു നാരോ സെൻസിൽ നിൽക്കുന്ന ഒരാളല്ല, ബിക്കോസ് ഇതൊരു ബോർഡ് സെൻസാണ്. അതായത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാക്കി ഏത് ഏരിയാസിലും അത്രത്തോളം റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തികളായിരിക്കും നമ്മൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഓരോ ബാങ്കുകൾ അല്ലെങ്കിൽ ഓരോ കമ്പനികളുടെയൊക്കെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ നോക്കി കാണാൻ പറ്റും ഒരു അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും ക്വാളിഫൈഡ് ആയിട്ടുള്ള വ്യക്തികളാണ് നമ്മൾ ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറി. ഇതിൽ റിസോഴ്സ് ഡിപ്പെൻഡൻസി മീൻസ് നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യുക. ഡയറക്ടേഴ്സിനാണ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അല്ലെങ്കിൽ ഇത്രയും മേജറായിട്ട് വരുന്ന തിയറീസാണ് ഏതിൽ വരുന്നത്, കോർപ്പറേറ്റ് ഗവേണൻസിൽ വരുന്നത്. ഒന്നും കൂടിയും പറയാം, ഏജൻസിയിൽ എന്താണ് പ്രിൻസിപ്പൾ ആൻഡ് ഏജൻറ്റ് റിലേഷൻഷിപ്പാണ്. അതിൽ ഷെയർ ഹോൾഡേഴ്സ് പ്രിൻസിപ്പളായിട്ടും ഏജൻറ്റുമാരായിട്ട് ആരാണ്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ്. ഇനി സ്റ്റുവാർഡ്ഷിപ്പ് തിയറിയിലാണെങ്കിൽ ഇവിടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജേഴ്സ് ആക്ട് ചെയ്യുന്നത് ലൈക്ക് ദി സ്റ്റുവാർഡ്. മാനേജ്മെൻറ്റാണ് ഇവിടെ കൂടുതൽ, അല്ലെങ്കിൽ മാനേജേഴ്സ് കൂടുതലും ചെയ്യുന്നത് ഓണേഴ്സിൻ്റെ ഇൻട്രസ്റ്റ്, അതിനനുസരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ഫെസിലിറ്റേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് സ്റ്റുവാർഡ്ഷിപ്പിൽ വരുന്നത്. ഇൻ ദ കേസ് ഓഫ് ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറി മെയിൻലി ഫോക്കസ് ഓൺ ദി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദാറ്റ്സ് ദ 2 types, the primary or internal and secondary or external. അവരെ കുറച്ചും കൂടി സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ട് രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അതാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് തിയറിയിൽ വരുന്നത്. ആൻഡ് ഫൈനലി ദ റിസോഴ്സ് ഡിപ്പെൻഡൻസി തിയറിയിൽ ഡയറക്ടേഴ്സിനാണ് ഇമ്പോർട്ടൻസ്. കാരണം
കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി അല്ലെങ്കിൽ കമ്പനിയുടെ എയിം അതൊക്കെ അച്ചീവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഇതാണ് മെയിനായിട്ട് വരുന്ന CSRൻ്റെ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ഗവേണൻസിൻ്റെ തിയറീസ്. അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് ടൈം നമ്മളിതിൻ്റെ ഡിഫറെൻറ്റ് മോഡൽസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്.